നമസ്തേ. നമ്മുടെയൊക്കെ പുരാണങ്ങളിലും മറ്റും അതുപോലെ ഇതിഹാസാദികളിലെല്ലാം ഭഗവാന്മാർക്ക് അല്ലെങ്കിൽ ഈശ്വരന്മാർക്ക് വാഹനങ്ങളുള്ളതായി കാണാൻ സാധിക്കും. ശ്രീ മഹാദേവനോടൊപ്പം എപ്പോഴും നന്ദികേശൻ, ഒരു ഋഷഭം. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഇത് നിങ്ങളുടെയൊക്കെ ഭഗവാന്മാർ അല്ലെങ്കിൽ ഈശ്വരന്മാർ നാൽക്കാലികളെ ആണല്ലോ വാഹനമായി സ്വീകരിക്കാറുള്ളത്. എലിയെയും മയിലിനെയും ഒക്കെ വാഹനമായി സ്വീകരിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ലജ്ജാവഹമല്ലേ, യുക്തിക്ക് നിരക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ആ കഥകളിൽ ഉദാഹരണത്തിന് ശ്രീകൃഷ്ണനോടൊപ്പം എപ്പോഴും ഒരു പശുവുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗോക്കളെ പാലിക്കുന്നുള്ള അർത്ഥത്തിൽ ഗോപാലൻ എന്ന പേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഹവാഹിനിയായി പാർശ്വസ്ഥ പഞ്ചാനനം ഒരു ധ്യാന ശ്ലോകത്തിലുള്ളതാണ്. അപ്പോൾ ദേവിയോടൊപ്പം ഒരു സിംഹം, മഹാദേവനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനമായിട്ട് ഒരു ഋഷഭം, ശബരിമല ശ്രീധർമ്മശാസ്താവിന് വാഹനമായൊരു കുതിര. ഇവയെല്ലാം ഇങ്ങനെ വിഭാവനം ചെയ്യുമ്പോൾ ആ കഥ നൽകുന്ന കഥയിലെ കാര്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. എന്താണ് അവ നൽകുന്ന ആശയം? കേവലം കുതിരയെ അല്ലെങ്കിൽ ഋഷഭത്തെ അല്ലെങ്കിൽ സിംഹത്തെ വാഹനമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഗോവിനെ പാലിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ ദേവി ഒരു യുക്തിസഹമായ ആശയം നൽകുന്നില്ലേ? ഉണ്ട്. സത്യം, ദയ, ശൗചം, ആർജവം ഇതി പാദ. അപ്പോൾ ധർമ്മമാകുന്ന ഋഷഭത്തിന് അല്ലെങ്കിൽ ധർമ്മമാകുന്ന പശുവിന്, ധർമ്മമാകുന്ന കുതിരയ്ക്ക്, ധർമ്മമാകുന്ന സിംഹത്തിന് 4 പാദങ്ങളുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തൻ അല്ലെങ്കിൽ ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ആദരിക്കുന്ന ഭക്തൻ ഈ 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതറിഞ്ഞ് ജീവിക്കണം. ഏതൊക്കെയാണത്? ഒന്നാമത്തത് സത്യം, രണ്ടാമത്തത് ദയ, മൂന്നാമത്തത് ശൗചം, നാലാമത്തത് ആർജവം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് സത്യം. സത്തായിട്ടുള്ളത് എന്ന് പറയുന്നത് നാശമില്ലാത്തത്. ആ നാശരഹിതമായ വസ്തു എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈ ഞാനും ഈ കാണപ്പെടുന്ന ശരീരവും ഈ ചുറ്റുപാടും കാണുന്ന സർവ്വതും നശിക്കുന്നതാണ്. പക്ഷെ നാശരഹിതമായ ഒന്ന് ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എനർജി അല്ലെങ്കിൽ ജീവാത്മാവാണ്. ആ ജീവാത്മാവാകട്ടെ പരമാത്മാവുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം നാശരഹിതമായ അതിനെ അറിയണം. സർവ്വവ്യാപിയായ ഈശ്വരന്, ഈശ്വരാംശത്തിന് നാശമില്ല. ഈ ശരീരാദികൾ നശിച്ചാലും ഉൽപ്പന്നമായത് നശിക്കും, അണുക്കൾ നിൽക്കും. രണ്ടാമത്തത് പറഞ്ഞു ദയ. ദയാഭൂതേഷു, സർവ്വജീവജാലങ്ങളോടും ദയുണ്ടാകണം. മൂന്നാമത്തത് ശുദ്ധി, മനസ്സ്, ശരീരം, ചുറ്റുപാട് ഇവയുടെ ശുദ്ധി ഒരു ഭക്തന് ആവശ്യമാണ്. നാലാമത്തത് ശ്രദ്ധ, ആർജവം എന്ന് പറയുന്നതാണ് ശ്രദ്ധ, തപസ്. ചുറ്റുപാടുകളോട് സർവ്വതിനോടുള്ള ശ്രദ്ധ വേണം എന്ന് സൂചിപ്പിക്കുന്നു. ഇതാണ് 4 പാദങ്ങൾ.